സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് തെങ്ങിന് തടം തുറന്ന് വളമിടുന്നതിന്റെ ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രാവശ്യം തേങ്ങയ്ക്ക് റെക്കോർഡ് വിലയാണ്. നല്ല പരിപാലനവും നല്ല പരിരക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങയിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. ഇപ്രാവശ്യം കിലോയ്ക്ക് 93 രൂപ വിലയുണ്ട് ഇപ്പം. അപ്പൊ എന്തായാലും തെങ്ങിന് തടം തുറക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം ഇത് കണ്ടു. ഇപ്പൊ തടം തുറന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു 1.5 മീറ്റർ എങ്കിലും ചുറ്റളവിൽ നന്നായിട്ട് തടം ഒന്ന് വെട്ടിക്ക് തുറക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു തിണ്ട് ഉണ്ടാക്കുക. അതേ പുറത്തെ വെള്ളം ഉള്ളിലേക്ക് വരാം. ഇവിടുത്തെ വളമൊക്കെ ഉള്ള വെള്ളം ഒഴുകി പുറത്തേക്ക് പോകും. അപ്പൊ ഇതേപോലെ നന്നായിട്ട് തടം തുറക്കുക ആദ്യം ചെയ്യേണ്ടത്. അതിൽ ചിലപ്പോൾ ചെറിയ വേരൊക്കെ ലേശം മുറിഞ്ഞ് സാരമില്ല, ചെറിയ വേരൊക്കെ പോയാലും കുഴപ്പമില്ല. അപ്പൊ എന്നിട്ട് അവസാനം ഇതേപോലെ ഒന്ന് കൊത്തി ഇളക്കി അവിടെ തന്നെ ഇടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു തെങ്ങിന് 1 കിലോ കുമ്മായെങ്കിലും വെച്ചിട്ടിടണം. അപ്പം നമ്മൾ കുമ്മായി ഇടാൻ വേണ്ടി പോവാണ്. കുമ്മായി ഇടുമ്പോൾ ഒരു കയ്യുറയൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. കുമ്മായം നെയ്റ്റൊക്കെ മേടിച്ചിട്ട് പൊടിച്ചിടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമുക്ക് അതിനകത്ത് മായമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. അപ്പൊ കുമ്മായത്തിലൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് മായം ചേർത്തിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഇതുപോലെ ഇതിപ്പോ ഒരു 1.5 കിലോ ഉണ്ട്. 1.5 കിലോ ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് തടം തുറന്ന ശേഷം ഇതേപോലെ ചുറ്റും നന്നായിട്ട് വെതറി കൊടുക്കുക. ഇത് ഒരു pH ക്രമീകരിക്കാൻ വേണ്ടി ഒരു 15-20 ദിവസം എടുക്കും. അതിനുശേഷമാണ് നമ്മൾ പിന്നെ പച്ചില കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് വളമാക്കുന്നത്. അതൊക്കെ അതിനുശേഷം കാണിക്കാം. എന്തായാലും ഇപ്പൊ നമ്മൾ കുമ്മായം നന്നായി ചുറ്റും വെതറുവാണ്. തെങ്ങിനും മറ്റു ഫലവൃക്ഷങ്ങൾക്കൊക്കെ എല്ലുപൊടി പ്രധാന വളമാട്ടോ. വർഷത്തിൽ ഒരു തവണയെങ്കിലും തെങ്ങിന് ഇതേപോലെ 1 കിലോ എല്ലുപൊടി ചുറ്റും വെതറി കൊടുക്കുക. അത് കായ്ഫലം കൂടാനും ചെടീനെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് എല്ലുപൊടി. ഇതേപോലെ തടത്തിന് ചുറ്റും വെതറി കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ എന്തെങ്കിലും പച്ചില കമ്പോസ്റ്റ്, പരമാവധി പച്ചില കമ്പോസ്റ്റ് ചുറ്റുമുള്ള വീടിന് ചുറ്റുമുള്ള കൊണ്ടുപോയിട്ട് തെങ്ങിന് തടം തുറന്ന് തടത്തിലേക്ക് വെതറി കൊടുക്കുക. തടം പരമാവധി നിറയുന്ന രീതിയിൽ, നമ്മൾ ഒരു വർഷത്തേക്ക് കൊടുക്കുന്ന വളമാണ് ഇത്. അതുകൊണ്ട് തന്നെ തടം നിറയുന്ന രീതിയിൽ കൊടുക്കുന്നതല്ലാണ്. അതിന് മുകളിലേക്കാണ് നമ്മൾ പച്ചച്ചാണക കുഴമ്പ് ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. 1 ബക്കറ്റ് പച്ചച്ചാണകം അത് കുഴമ്പാക്കി മാറ്റി. കാരണം പെട്ടെന്ന് എഫക്റ്റീവ് ആനാണ് നമ്മൾ കുഴമ്പാക്കുന്നത്. ചുറ്റും ഇലകളുടെ മുകളിലേക്ക് തളിച്ചു കൊടുക്കുക. ഇൻ കേസ് നമുക്കിപ്പോൾ പച്ചച്ചാണകം കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ കോഴിവളമോ അല്ലെ ആട്ടുംകാട്ടം പൊടിച്ചതോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഒക്കെ ഇടാം. അതിന് ശേഷം വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ തടം മൂടാം. അല്ലെങ്കിൽ ഒരു മാസം ഇവിടെ കിടന്ന് മഴയൊക്കെ പെയ്ത് ഈ ഇലകളൊക്കെ ഒന്ന് ചെയ്യട്ടെ. അതിനുശേഷം തടം മൂടിയാലും മതി. അപ്പൊ നമ്മൾ പച്ചില കമ്പോസ്റ്റിന് മുകളിൽ പരമാവധി പച്ചച്ചാണക കുഴമ്പ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 20 ദിവസം മുന്നെയാണ് തടം തുറന്ന ശേഷം കുമ്മായി ഇട്ടു. ഇപ്പൊ അടുത്ത വളപ്രയോഗം ചെയ്തു. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുക. ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിലാണ് താമസിക്കുന്നത്. 2 തെങ്ങേ ഉള്ളൂ. 2 തെങ്ങിൽ നമുക്ക് വീട്ടിലേക്ക് അരയ്ക്കാനുള്ളത് തേങ്ങ കിട്ടുകയും ചെയ്ത് ഇപ്രാവശ്യം 1800 രൂപയുടെ തേങ്ങ വിൽക്കുകയും ചെയ്തു. കണ്ടില്ലേ? ഇതേപോലെ പരിപാലനവും പരിരക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 തെങ്ങ ഉണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം കണ്ടില്ലേ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം.